രാജേട്ടാ, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ട് രൂപസാദൃശ്യമുണ്ട്, അവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഫെയിൻ്റ് ആയിട്ടുള്ള റിസംബ്ലൻസ് ആണ് നമ്മുടെ രാമചന്ദ്രൻ സാറ്, അറ്റ്ലസ് രാമചന്ദ്രൻ സാറ്, നമ്മുടെ വിശ്വസ്ത സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ. അപ്പോൾ സാറിനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? അത് ഞാൻ ദുബായിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ അനുഭവമാണ്. എന്താ അറിയോ, അദ്ദേഹത്തിന്റെ ആ പരസ്യം ഇറങ്ങിയ സമയത്താണ് കഥയാട്ടം എന്ന് പറഞ്ഞ് ലാലേട്ടന്റെ ഒരു ഷോയുമായിട്ട് ദുബായിൽ പോയത്. അപ്പൊ അത് മലയാള നോവൽ സാഹിത്യത്തിലെ 10 കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു കഥയാട്ടം. അതായത് ആദ്യത്തെ നമ്മുടെ ചന്തുമേനോന്റെ ഇന്ദുലേഖ മുതൽ ഇങ്ങറ്റത്ത് യമൂന്നന്റെ 10 നോവലിലെ 10, അതിൽ MT സാറിന്റെ 2ാം മുഴയൊക്കെ ഉണ്ട്. അപ്പൊ ആ പരിപാടിയുടെ ഒരു 10-20ഓളം വേദികളിൽ ഞാൻ ഉണ്ടായിരുന്നു. ആ പരിപാടി മോഹൻലാൽ നമ്മുടെ മഹാനായ നടൻ, അദ്ദേഹം ആ ഷോ 45 മിനിറ്റ് കണ്ടിന്യൂസ് ആണ്. അതിന് മുൻപ് ഓഡിയൻസിനെ വെൽക്കം ചെയ്യുന്ന ഒരു ഷോ ആയിരുന്നു എൻ്റെ ഷോ. ആ പരിപാടിയുടെ പേര് പല മലയാളം എന്നായിരുന്നു. അപ്പൊ എന്റെ പല മലയാളം പലതരം. അപ്പൊ എന്റെ ഷോ കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ലീഡ് കൊടുത്ത് ഞാൻ ബായ് ബായ് എന്ന് പറഞ്ഞു പോകുമ്പോഴാണ് അദ്ദേഹം വരിക. അപ്പൊ അങ്ങനെ പല മലയാളം ഇങ്ങനെ പറഞ്ഞു വന്നു. ആ സമയത്താണ് ഈ അറ്റ്ലസ് രാമേന്ദ്രൻ ചേട്ടന്റെ പരസ്യം കയറി ഹിറ്റാകുന്നത്. ആ സമയത്താണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു വന്ന് എന്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഇതെല്ലാം അവിടെ നിൽക്കട്ടെ, നാം ഒരുപാട് മലയാളം കേട്ടു, ഇതാ ദുബായിൽ നിന്ന് ഒരു പുതിയ മലയാളം ഇറങ്ങിയിരിക്കുന്നു, ആ മലയാളത്തിന്റെ പരസ്യമാണെന്ന് ഗൾഫ് മുഴുവൻ, നമ്മുടെ ചാനലുകൾ മുഴുവൻ, പരസ്യങ്ങൾ മുഴുവൻ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ജനകോടികളുടെ വിശ്വാസ സ്ഥാപനം. ഞാൻ മലയാളത്തിന്റെ കൂട്ടത്തില് ആ ഒരു മലയാളം ഇത് കൂടെ ചേർത്തു. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം തന്നെ പരസ്യമായി മാറുന്നു എന്നുള്ളൊരു വലിയ പുതുമയല്ലേ. ഇത് പറഞ്ഞു നോക്കി, ഞാൻ ഓഡിയൻസിനെ കാണുന്നില്ല, നമ്മളെ പെർഫോം ചെയ്യാണ്. ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞ് അപ്പുറത്തേക്ക് നീങ്ങിയപ്പോഴാണ് ഇദ്ദേഹം ഓഡിയൻസിൽ തിളങ്ങുന്ന ജുബയാണ് എടുക്കുക. പാവം അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ. അദ്ദേഹം എണീറ്റ് നിന്നിട്ട്, അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് പറയായിരുന്നു, ഞാനിത് പറയുന്ന സമയത്ത് അദ്ദേഹം എണീറ്റ് നിന്ന് ഓഡിയൻസിനെ കൈകൂപ്പായിരുന്ന പറയണേ. കാരണം അതിനെയും അദ്ദേഹം പോസിറ്റീവാക്കി. പിന്നെ എന്താ വെച്ചാല്, എനിക്ക് അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, എനിക്ക് വളരെ സ്നേഹബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു അക്ഷരശ്ലോകമൊക്കെ അറിയുന്ന അങ്ങനെ ഒരു വലിയ കൾച്ചറുള്ള ഒരാളാണ്. അദ്ദേഹം അക്ഷരശ്ലോക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന, അക്ഷരശ്ലോകം വലിയ താല്പര്യമുള്ള ആളാണ്. അദ്ദേഹം വൈശാലി പോലുള്ള സിനിമകളുടെ നിർമ്മാതാവാണ്. അത്രയും ക്ലാസിക് ആയിട്ടുള്ള ഒരു സിനിമയുടെ നിർമ്മാതാവാണ്. ഈ അറ്റ്ലസ് ജ്വല്ലറി പോപ്പുലർ ആവുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം വൈശാലി രാമേന്ദ്രൻ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അത് ഈ പരസ്യം വന്നപ്പോഴാണ് മലയാളികൾ പൊതുവെ അറ്റ്ലസ് രാമേന്ദ്രൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം എനിക്ക് ഭക്ഷണം, ഊണൊക്കെ തന്നിട്ടാണ് വിട്ടത്. വളരെ നല്ല മനുഷ്യനായിരുന്നു. ഒരുപാട് സിനിമകൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ വൈശാലി പോലെ പ്രൊഡ്യൂസിന് മാത്രമല്ല, അദ്ദേഹത്തിന് ഡിസ്ട്രിബ്യൂഷനും ഉണ്ടായിരുന്നു സിനിമയുടെ, ചന്ദ്രകാന്ത് ഫിലിംസ് എന്തോ പേരിൽ. എന്തായാലും അത് ഓർമ്മിപ്പിച്ച് നന്നായി. രാമേന്ദ്രേട്ടനും ഒരു ആദരം അർപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷം. അദ്ദേഹം കുറെ ജീവിത പ്രതിസന്ധികളൊക്കെ കഴിഞ്ഞ് പുറത്തു വന്നതിന് ശേഷം വീണ്ടും ഒരു ദുബായിലൊരു വേദിയിൽ ഞാൻ അദ്ദേഹത്തിനെ സ്റ്റേജിൽ വിളിച്ചു കയറ്റി അദ്ദേഹത്തിന്റെ സൈഡിൽ നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന് ഞാനും അദ്ദേഹത്തെ അനുകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിന് മുമ്പ് അനുകരിക്കുമായിരുന്നു. എന്നോട് പറഞ്ഞു ചെയ്യിക്കുകയും അത് വലിയ ആസ്വാദനമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. സാറ് കേരളത്തില് എല്ലായിടത്തുള്ള സ്ലാങ് നന്നായി പറയുന്ന ഒരാളാണ്. നിങ്ങൾ എവിടെയാപ്പാ? ഞാൻ കാഞ്ഞങ്ങാട്. അപ്പൊ നമ്മളെ ഭാഷ ഒന്ന് സാറ് പറയുന്നേക്കാൻ. നോർത്ത് മലബാറില് കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് എവിടെയാപ്പാ? കാഞ്ഞങ്ങാടിന്ന് കുറച്ച് അകത്തേക്ക് പോകണം. പാണത്തൂർ റൂട്ടാണ്, കർണാടക റൂട്ട്. അപ്പൊ നിങ്ങക്ക് 2 ഭാഷ അറിയാല്ലേ? 2 ഭാഷ അറിയാം. ഓ മായവേജിറ്റ് ബയ്യൊക്കെ കൊയ കൊയാന്നീനപ്പ. ആടെ ബ്യാരി എന്ന് പറഞ്ഞൊരു ഭാഷയില്, ബ്യാരി. അത് 7 ഭാഷകളോളം കാസർഗോഡ് കൈകാര്യം ചെയ്യുന്നത്. 7 ഭാഷയുള്ള സ്ഥലമാണ് കാസർഗോഡ്. നിങ്ങളെ കാസർഗോഡ് ഭാഷയിലൊന്ന് സംസാരിക്കാൻ പറ്റും? നമസ്കാരം. ഞാന് കൊറേ പറഞ്ഞാണ്, നിങ്ങൾ പറഞ്ഞേ. നിങ്ങക്ക് സുഖന്നല്ലേ? സുഖപ്പാ. ഞാനിങ്ങനെ പോകുന്നുണ്ട്. സുഖം തന്നെ. പൺസപ്പോണ ടൈമിൽ വന്നതിന് ശേഷം കുറച്ച് പരിപാടിയെല്ലാം കിട്ടുന്നുണ്ട്. നീ വളരെ കഷ്ടപ്പെട്ട് സംസാരിക്കണ്ട, നീ അതാ പറയുന്നേ. കാസർഗോഡ് ഭാഷ സംസാരിക്കാന്ന് വെച്ചപ്പോ നമസ്കാരം അങ്ങനെ പറയില്ലോ അല്ലേ കാസർഗോഡ്? ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഈ പ്രാവശ്യം തൃശ്ശൂർ പൂരം കാണാൻ വന്നപ്പോ അവിടെ കണ്ടൊരു കാഴ്ചയാണ്, ഒരുപാട് ചാനലുകാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ തൃശ്ശൂർ പൂരം കാണാൻ വരും. പക്ഷെ ജയരാജ് വരുന്ന ഒരാൾ വരുമ്പോൾ ഒരുപാട് ചാനലുകാർ
എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി ജയരാജേട്ടന്റെ പുറകെ ക്യാമറയും മൈക്കുമായിട്ട് വരികയാണ്. എല്ലാ ചാനലുകാർക്കും വ്യത്യസ്തമായ ഓരോ വിറ്റുകൾ താങ്കൾ കൊടുക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് കണ്ട ഒരാളാണ്. എങ്ങനെയാണ് അത് സാധിക്കുന്നത്? അത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ചിപ്പി ചേച്ചി പൊങ്കാല ഇടുന്ന വീഡിയോ പോലെ വളരെ ആവശ്യമുള്ള ഒന്നാണ് തൃശ്ശൂർ പൂരത്തിന് ജയരാജ് വാര്യരുടെ സ്റ്റേറ്റ്മെന്റ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ ആ ചടങ്ങ് അത് ആ ആചാരങ്ങളുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അതല്ല, അതിന്റെ രസം എന്താ വെച്ചാല് വേറൊന്നുമില്ല. ഹരിക്കൊക്കെ അറിയാം, നമ്മുടെ ഇതിന്റെ ഡയറക്ടർ പ്രൊഡ്യൂസർ. അതായത് എനിക്ക് അതിന്റെ എല്ലാ ചടങ്ങുകളും അറിയാം. അതില് ആദ്യകാലത്ത് പങ്കെടുത്തിരുന്ന വാദ്യകലാകാരന്മാരെ എനിക്കറിയാം, വ്യക്തിപരമായിട്ടും അറിയാം. എനിക്ക് എൻ്റെ ഒരു 10 വയസ്സ് മുതൽ അറിയാം. പിന്നെ അതിൽ പങ്കെടുത്തിരുന്ന ആനകളെ കുറിച്ചറിയാം, ക്ഷേത്രത്തിന്റെ ഐതിഹ്യം അറിയാം, അതുമായി ബന്ധപ്പെട്ട ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ട കഥകൾ അറിയാം, ആ ദേവസ്വങ്ങൾ അറിയാം. അപ്പൊ ഞാനിങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് പറയണ്ടേ. അപ്പൊ ചിലരോട് ഞാൻ പഞ്ചവാദ്യത്തെ കുറിച്ച് സംസാരിക്കും, ചില ആൾക്കാരോട് ഇലഞ്ഞിത്ര മേളത്തെ കുറിച്ച് സംസാരിക്കും. ഈ പ്രാവശ്യം തൃശ്ശൂർ പൂരത്തിന് ആനകൾ പങ്കെടുത്തപ്പോൾ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷം വന്നൊരു വ്യത്യസ്തതയായിരുന്നു. എന്താണെന്ന് ഓർക്കുന്നുണ്ടോ ജയരാജേട്ടൻ? ആ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ മറ്റേ ഇവർക്ക് വേണ്ടി എഴുന്നള്ളിച്ചല്ലേ? തീർച്ചയായും തെച്ചിക്കോട്ട് രാമേന്ദ്രൻ പങ്കെടുത്തു. വർഷങ്ങൾക്ക് ശേഷം പാമ്പാടി രാജൻ എഴുന്നള്ളിച്ചു. പാമ്പാടി രാജൻ ഗംഭീരാജനാണ്. അയ്യന്തോൾ ദേശത്തിന് വേണ്ടി പാമ്പാടി രാജൻ ഇങ്ങനെ. തീർച്ചയായിട്ടും ആനയുടെ കാര്യം പറയുമ്പോൾ ജയരാജേട്ടൻ ഓളാകുമെന്ന് എനിക്ക് അല്ല, ഞാനിവിടെ ഉണരും. പാമ്പാടി രാജൻ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, അങ്ങനെ. പിന്നെ എനിക്കിഷ്ടമുള്ള ആന മറ്റേ തൃക്കടകൂർ ശിവരാജു, അത് തൃശ്ശൂര് മുമ്പ് വന്നു പോയതാ. പിന്നെ ഞങ്ങളുടെ തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെ ആനകള്. ആന ഒരു വികാരമാണ്. അതെ. ആന ഗജരാജ വിരാജിത മന്ദഗതി. അതെ, ഒരു ആന ഇങ്ങനെ നടന്നു പോവുക. ആന ഇല്ലെങ്കിൽ